ഒക്കൽ ഗണേശോത്സവം 2025 ഓഗസ്റ്റ് 24 മുതൽ 31 വരെ ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്കൽ ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീശങ്കര സംഗീത് ഫൗണ്ടേഷൻ, വിവിധ ഹൈന്ദവ സംഘടനകൾ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 501 അംഗ സ്വാഗത സംഘം രൂപീകരിച്ച് 2025 ഓഗസ്റ്റ് 24 മുതൽ 31 വരെ തീയതികളിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വിനായക ചതുർത്ഥി ആഘോഷത്തിൽ 108 ഗണേശ വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ച് ആരാധിക്കുന്നു. പ്രഥമ ആരാധനാ ദേവനായ വിഘ്നേശ്വരന്റെ പിറന്നാൾ ഉത്സവം വൈദിക യജ്ഞങ്ങളോടെ ആധ്യാത്മിക, സാംസ്കാരിക, രാഷ്ട്രീയ, വ്യാവസായിക മേഖലകളിലെ പ്രശസ്തരായ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടിന്റെ ഉത്സവമായി മാറുന്നു എന്ന ഈ മഹായജ്ഞത്തിലേക്ക് ജാതിമതഭേദമന്യേ ഏവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ചെയർമാൻ TS ബൈജു, ജനറൽ കൺവീനർ NV മജേഷ്, കാര്യദർശി TA അശോകൻ, കാര്യദർശി AK ശിവൻ, പ്രോഗ്രാം കൺവീനർ TP അശോകൻ, രക്ഷാധികാരി VU നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അതോടൊപ്പം തന്നെ ഒരു 11 മണി വരെ വാഹന പൂജയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ എല്ലാവരും വാഹനങ്ങൾ ജാതി മത ഭേദമന്യേ വാഹനങ്ങൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നൂറുകണക്കിന് വാഹനങ്ങൾ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ 11:30 വരെ നടത്തുന്നത്. അതേസമയം തന്നെ കോട്ടയത്തെ ഭാഗവത വായിക്കുന്ന അമ്മമാർ, 101 അമ്മമാർ നയിക്കുന്ന ഭാഗവത പാരായണവും ആ വേദിയിൽ നടന്നു. ഉച്ചയ്ക്ക് മഹാപ്രസാദോട്ടാണ്. അത് കഴിഞ്ഞ് നിമഞ്ജന ഘോഷയാത്രയാണ്. നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നമ്മൾ ഒരു 7000 പേരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് 3000 ചില്ല ആളുകൾ 8 ദിവസം കൊണ്ട് ആ പരിപാടിക്ക് പങ്കെടുക്കും. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ ആ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഇതിൻ്റെ പ്രചരണം എത്തിക്കുക, മുഴുവൻ ആളുകളെ പങ്കെടുപ്പിക്കുക. 7000-നും 10,000-നും ഇടയ്ക്ക് ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 108 വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒരു നിമഞ്ജന ഘോഷയാത്രയ്ക്കാണ് ഈ പ്രാവശ്യം നമ്മൾ തുടക്കം കുറിച്ചത്. അന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണിയോട് കൂടിയിട്ട് നിമഞ്ജന സമ്മേളനം ആരംഭിക്കും. സമ്മേളനത്തിൽ പൗർണമിക്കാവ് ട്രസ്റ്റ് ശ്രീ MS ഭുവനേന്ദ്രൻ, ഭാഗവത സപ്താഹാചാര്യൻ പള്ളിക്കൽ സുനിൽജി, ഇവരെല്ലാവരുമാണ്. അതേപോലെ HRDSന്റെ പ്രസിഡന്റ് ഗുരു ആത്മനമ്പി സ്വാമികളാണ് 31-ാം തീയതിയിലത്തെ പ്രോഗ്രാമുകൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 4 മണിയോട് കൂടിയിട്ട് നിമഞ്ജന ഘോഷയാത്ര പോരും. അത് താന്നിപ്പുഴ പള്ളിപ്പടി ജംഗ്ഷനിൽ വന്ന് ഒക്കൽ ജംഗ്ഷൻ, ചേലാമറ്റം ജംഗ്ഷൻ കൂടി ചേലാമറ്റം ക്ഷേത്രക്കടവിലാണ് നിമഞ്ജനം നടക്കുന്നത്. അതിലെല്ലാവർക്കും 8 ദിവസത്തെ പരിപാടികൾക്കും അതേപോലെ ബാക്കി കാര്യങ്ങളിലും വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഓഗസ്റ്റ് 31 ഞായറാഴ്ച വൈകിട്ട് 3-ന് നിമഞ്ജന ഘോഷയാത്ര ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ആരംഭിച്ച് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കടവിൽ അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.